തങ്ങളെ കുടിയേറ്റിയ വിശ്വസ്തരായ ഭരണാധികാരികളെ വിശ്വസിച്ച് കാടും മേടും വെട്ടിത്തെളിച്ച് കൃഷിയിറക്കിയ ഒരു തലമുറയുടെ പിന്മുറക്കാരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കർഷക സമൂഹം. ഭക്ഷ്യസുരക്ഷയുടെ പ്രാധാന്യം എന്തെന്നറിഞ്ഞിരുന്ന അന്നത്തെ ഭരണാധിപന്മാർ നമുക്ക് നിയമത്തിന്റെ പരിരക്ഷയും കാട്ടുമൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും നൽകി കർഷകരെ പ്രോത്സാഹിപ്പിച്ചു. ആത്മാർത്ഥതയോടെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരു കാർഷിക സംസ്കാരം അങ്ങനെ ഇവിടെ രൂപീകൃതമായി. ആദ്യകൃഷിയുടെ ത്രസിപ്പിക്കുന്ന ഓർമ്മകള് ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ തിളങ്ങി നിൽക്കുകയാണ്. മണ്ണിൽ പണിയാൻ വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒപ്പം നാം നമ്മുടെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി അരുവിയും തൂമ്പയും ഉപയോഗിച്ച് പണിയെടുത്ത ആ ആദ്യ കൃഷിയുടെ പച്ചപിടിച്ച ഓർമ്മകൾ, ആയുധങ്ങൾ പിടിച്ച് തണുപ്പിക്കാത്ത ആ ഇളം കൈയില് തൂമ്പ പിടിച്ച് മണ്ണിൽ ആഞ്ഞാഞ്ഞ് വെട്ടിയപ്പോൾ ആ കുരുന്ന് കൈകളിൽ തലമുകൾ മുളച്ചു വന്നപ്പോൾ പൊള്ളി കുമിളച്ചപ്പോൾ ആ വേദന അതൊരു ജീവിത ശൈലിയുടെ വേദനയായി ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കും. പാടത്തെ അധ്വാനത്തിന് ശേഷം വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ചൂട് ചോറ് എരിവുള്ള കറികളും ചേർത്ത് കൈകളിൽ ഉരുട്ടി കഴിച്ചപ്പോൾ പൊള്ളിക്കീറിയ ആ കൈകളിൽ ഉണ്ടായിരുന്ന നീറ്റലും വേദനയും ഇന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന കർഷകന്റെ ഹൃദയത്തിന്റെ വികാരം മനസ്സിലാക്കാൻ മനസാക്ഷിയുള്ളവർക്കേ ആവൂ എന്നതാണ് സത്യം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കൃഷിയെ ഒരു സംസ്കാരമാക്കി നെഞ്ചോട് ചേർത്ത കുടിയേറ്റ കർഷകനെ, അധികാരികൾ കുടിയേറ്റിയ കർഷകനെ കയ്യേറ്റക്കാരനായി ചിത്രീകരിച്ച് നിയമത്തിന്റെ നൂലാമാലകളുടെയും സാങ്കേതികത്വത്തിന്റെ കെട്ടുപാടുകളുടെയും അകമ്പടിയോടെ കുടിയിറക്കി വിടാൻ ശ്രമിക്കുന്ന ഭരണാധിപന്മാരായ ആൾക്കാരോട് കർഷകരായ നമുക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ: ഞങ്ങളാരും കുടിയേറിയവരല്ല, കുടിയേറ്റപ്പെട്ടവരാണ്. ദീർഘവീക്ഷണമുള്ള ഭരണാധിപന്മാർ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് കൃഷി. ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയാണ്. ഈ ലോകത്തിന് മുഴുവനും വേണ്ടിയാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഒരു കർഷക കുടുംബത്തിന് ജീവിക്കാൻ അധികം ഭക്ഷ്യധാന്യങ്ങളൊന്നും വേണ്ട, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്ക് മാത്രമുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് അതും കഴിച്ചിരിക്കാനുള്ള അത്രമാത്രം സ്വാർത്ഥമതികളല്ല ഞങ്ങൾ. കാരണം നിങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങളാണെന്ന് ഞങ്ങൾക്കറിയാം. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ഗുരുഭൂതന്മാർ ചൊല്ലിത്തന്ന ഒരു പ്രതിജ്ഞയുണ്ട്: ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അതിന്നും ഹൃദയത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കുന്നവരാണ് ഞങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാന്മാരും ക്രമസമാധാനം പാലിക്കുന്ന പോലീസുകാരും വനം സംരക്ഷിക്കുന്ന വനപാലകരും വാഹനമോടിക്കുന്ന ഡ്രൈവറും വിമാനം പറക്കുന്ന വൈമാനികനും കപ്പലോടിക്കുന്ന കപ്പിത്താനും ആതുര ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടറും നേഴ്സും അക്ഷരജ്ഞാനം പകർന്നു നൽകുന്ന അധ്യാപകരും നിയമനിർമ്മാണം നടത്തുന്ന ജനപ്രതിനിധികളും അത് നടപ്പിൽ വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാരായ എല്ലാവരും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള വ്യക്തമായ ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. കൃഷിഭൂമിയില്ലാതെ ഫ്ലാറ്റുകളിലും ടൗണുകളിലുമൊക്കെ താമസിക്കുന്നവരും ഉദ്യോഗസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള തികഞ്ഞ ബോധ്യങ്ങളുണ്ട് ഞങ്ങൾക്ക്.
അവർക്ക് വേണ്ടിയും കൂടി ഭക്ഷണം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ പൂർവികന്മാരും ദീർഘവീക്ഷണമുള്ള നല്ല ഭരണാധികാരികളും ഞങ്ങളെ പഠിപ്പിച്ചതും പ്രബോധിപ്പിച്ചതും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് നിങ്ങളെ ധരിപ്പിക്കാനും ബോധ്യപ്പെടുത്താനും ചരിത്രത്തിന്റെ അനന്ത വിദൂര താളുകളിലേക്കൊന്നും പോകേണ്ടതില്ല. വെറും 4 വർഷം പുറകോട്ടൊന്ന് പോയി നോക്കിയാൽ മതി. COVID-19 എന്ന മഹാമാരി ലോകത്തെ കീഴടക്കാൻ പോകുന്നു എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ക്വാറന്റൈൻ സിസ്റ്റം ഏർപ്പെടുത്തി. നമ്മുടെ പ്രധാനമന്ത്രിയും തന്റെ പ്രജകളുടെ സംരക്ഷണത്തിനായി നമ്മോട് ഓരോരുത്തരോടും പറഞ്ഞു, നമ്മുടെ വീടിനുള്ളിൽ ക്വാറന്റൈൻ പാലിക്കണമെന്ന്. അന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന അന്ന് നിന്നും കേരള ജനത മനസ്സിൽ സ്നേഹത്തോടുകൂടി ടീച്ചർ അമ്മയെന്ന് വിളിക്കുന്ന ശൈലജ ടീച്ചർ ഈ കേരളത്തിലെ ജനങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ക്വാറന്റൈൻ ആചരിക്കണം, നിങ്ങൾ വീടിനുള്ളിൽ വസിക്കണമെന്ന്. കേരളത്തിലെ എല്ലാ പൗരന്മാരും ആ ടീച്ചറിന്റെ സ്നേഹപൂർണമായ ഉപദേശം കേട്ടു. നമ്മളൊക്കെ ക്വാറന്റൈനിൽ ഇരുന്നു. നമ്മളൊക്കെ സാമൂഹിക സമ്പർക്കം മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെച്ച് ഈ വലിയ മഹാമാരിയിൽ നിന്നും രക്ഷ നേടി നമ്മൾ. പ്രിയപ്പെട്ടവരെ, അന്ന് അത് പ്രഖ്യാപിക്കപ്പെട്ട സമയത്ത് അന്താരാഷ്ട്ര അതിർത്തികൾ അടയ്ക്കപ്പെട്ടു, വിമാന സർവീസുകൾ നിർത്തലാക്കപ്പെട്ടു, അന്തർ സംസ്ഥാന അതിർത്തികൾ അടയ്ക്കപ്പെട്ടു, ചരക്ക് നീക്കം തടയപ്പെട്ടു. എന്തിനേറെ, കേരളത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി അന്തർജില്ലാ യാത്രകൾ പോലും നിയന്ത്രിക്കണമെന്ന് ഭരണാധികാരികൾ നമ്മോട് ആവശ്യപ്പെട്ടു. ഈ സമയത്താണ് കേരളത്തിലെ മനുഷ്യർ തങ്ങൾക്ക് വേണ്ടി ആഹാര സാധനങ്ങൾ സൂക്ഷിക്കുവാൻ, വാങ്ങി സംഭരിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയ കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ക്വാറന്റൈൻ്റെ വിഷയം വന്നപ്പോൾ ഒരു കർഷകനും പതറിയില്ല. കാരണം എന്തെന്നോ, അവനറിയാം അവന്റെ കുടുംബത്തെ പോറ്റാനുള്ളത് അവന്റെ തൊടിയിലേക്ക് ഇറങ്ങിയാലുണ്ട് എന്നുള്ള ബോധ്യം പതറാതിരിക്കാൻ ആ കർഷകനെ പ്രേരിപ്പിച്ചു. ക്വാറന്റൈന്റെ ദൈർഘ്യം എത്രയേറുമെന്ന് ഗ്രഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഭക്ഷ്യധാന്യങ്ങളും പലചരക്കുകളും വാങ്ങിക്കൂട്ടി വീട്ടിൽ സംഭരിച്ചു വെക്കാൻ വേണ്ടി ഉത്രാടപ്പാച്ചിലിനെ വെമ്പുന്ന വെപ്രാളത്തോടുകൂടി ഭക്ഷണത്തിന് വേണ്ടി ഓടിയത് ഈ രാജ്യത്തെ കർഷകരല്ല, കർഷകരെ ദ്രോഹിക്കാൻ വേണ്ടി അവരെ പരിഗണിക്കാതിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദരാണ്. ആ ഗ്രൂപ്പാണ് കർഷകർക്കെതിരെ നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. ആ നെട്ടോട്ടം എത്ര വലുതായിരുന്നു! അപ്പോൾ അന്തർ സംസ്ഥാന ചരക്ക് നീക്കം നിലച്ചാൽ, അന്താരാഷ്ട്ര വാതായനങ്ങൾ അടയ്ക്കപ്പെട്ടാൽ നമ്മളൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർഷകരല്ലാത്ത നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്, ആ സാഹചര്യങ്ങൾക്ക് വേണ്ടിയുമാണ് ഞങ്ങൾ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ അടയ്ക്കപ്പെടുന്ന സമയത്ത് ന്യായമോ അന്യായമോ ആയ മാർഗങ്ങളിലൂടെ നിങ്ങൾ ആർജിച്ചെടുത്ത പണം, ആ നോട്ടുകെട്ടുകൾ പ്രഭാത ഭക്ഷണത്തിനും അങ്ങനെ സമ്പാദിച്ചെടുത്ത വെള്ളിത്തുട്ടികൾ പ്രദോഷ ഭക്ഷണത്തിനും വേണ്ടി കടിച്ചിറക്കി ജീവിക്കാൻ നിങ്ങൾക്കും ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം. പണമുണ്ടെങ്കിലും ഇന്റർനെറ്റിൽ നിന്നും ഭക്ഷണം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അവിടെ ഭക്ഷണം ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ഞങ്ങളെ ഉപദ്രവിക്കരുത്. മണ്ണിനെ സ്നേഹിക്കുന്ന, മണ്ണിന്റെ മണമറിയുന്ന, മണ്ണിൽ അധ്വാനിക്കുന്ന കർഷകൻ അല്പം പോലും പതറാതെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. കർഷകരുടെ അപേക്ഷകളെ നിയമത്തിന്റെയും സാങ്കേതികത്വത്തിന്റെയും പേര് പറഞ്ഞ് അവഗണനയുടെ ചുവപ്പ് നാടയിൽ നിങ്ങൾ കുരുക്കുമ്പോൾ ഓർമ്മിക്കണം, നിങ്ങൾ ആ നാട കുരുക്കുന്നത് ഞങ്ങളുടെ മാത്രം കഴുത്തിലല്ല, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കൂടി കണ്ടത്തിലാണ് ആ നാട മുറുക്കപ്പെടുന്നത് എന്ന് ഓർമ്മ വേണം. നിങ്ങളുടെ മനസ്സാക്ഷിയെ മുൻനിർത്തി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇപ്പോഴത്തെ നമ്മുടെ കാർഷിക മേഖലയുടെ അവസ്ഥ എന്താണെന്ന്. അത് കാട്ടാനുകളും വെള്ളാനുകളും കൂടെ കൂടിച്ചേർന്നിട്ട് കർഷകനെ കൊല്ലാതെ കൊള്ളുന്ന ഒരവസ്ഥയല്ലേ ഉള്ളൂ. ഭരണാധികാരികളുടെ ദീർഘവീക്ഷണ കുറവും ആത്മാർത്ഥതയില്ലായ്മയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ മടിച്ചുകൊണ്ട് സാങ്കേതികത്വത്തിന്റെ പേരിൽ പറഞ്ഞ അടവ് നയങ്ങളും കൊണ്ട് കർഷക ജീവിതം ഇന്ന് ദുരിതപൂർണമാക്കുകയാണ്. കാട്ടാനയും കാട്ടുപോത്തും ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാതെ അവയുടെ ആക്രമണത്തിൽ ഞങ്ങളെ നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. ഞങ്ങളുടെ ജീവനും രക്തത്തിനും വേണ്ടി ദാഹിച്ചുകൊണ്ട് ഞങ്ങളുടെ മേൽ പാഞ്ഞടിക്കുന്ന ഹിംസ്ര ജന്തുക്കളെ തടയാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ ആയുധങ്ങളും അവസരോചിതമായ നിർദ്ദേശങ്ങളും ഓർഡറുകളും നൽകാതെ ഞങ്ങളെ നിങ്ങൾ ബലിയാടാക്കുകയാണ്. കാട്ടുമൃഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്ന് വ്യക്തിപരമായും സംഘാതമായും മാധ്യമങ്ങളിലൂടെയും ഒക്കെ ഞങ്ങൾ നിങ്ങളെ പലതവണ പറഞ്ഞ് സമീപിച്ചിട്ടുണ്ടെങ്കിലും ആ സമയത്തൊക്കെ നിങ്ങൾ ഞങ്ങളെ ചെവിക്കൊണ്ടിട്ടില്ല. സർക്കാരിന്റെയും ജനപ്രതിനിധികളുടെയും ഉത്തരവുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായങ്ങളെ മാനിക്കാതെ സൂപ്പർ ഗവൺമെന്റ് ചമയുന്ന വനംവകുപ്പ് എന്ന വെള്ളാനയെ നിയന്ത്രിക്കാനും നിങ്ങൾക്കാവുന്നില്ല. ആരോഗ്യത്തെക്കുറിച്ച് ഏറെ ശ്രദ്ധ പുലർത്തുന്നവരാണ് നാം എല്ലാവരും. ഫാർമേഴ്സ് ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി എല്ലാവരും നെട്ടോട്ടമോടുകയാണ്. ഫാസ്റ്റ് ഫുഡിനെ ഭയപ്പെടുന്ന, സിന്തറ്റിക് മുട്ടയെ പേടിക്കുന്ന, ബ്രോയിലർ ചിക്കൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അതിനെ അവജ്ഞയോടെ കാണുന്ന ആരോഗ്യ അവബോധമുള്ള ഒരു തലമുറയാണ് ഇന്നത്തേതെന്ന് നമുക്കും അറിയാം. ഞങ്ങൾക്ക് കുടിക്കാനാണെങ്കിൽ ഒരു പശുവിന്റെ പാല് മതി. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി കുടിക്കാൻ തരണമെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പാല് വേണം, അത് സമീകൃതവുമായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി പാൽ ഉൽപ്പാദിപ്പിക്കാൻ 10 പശുക്കളെ വളർത്തണമെങ്കിൽ അതിന് ശ്രമിക്കുന്ന കർഷകന്റെ മുമ്പിൽ ലൈസൻസുകളുടെ ചുവപ്പ് നാടകളുമായി നിങ്ങൾ നിൽക്കുകയാണ്. കോഴി ഫാം നടത്താൻ ശ്രമിക്കുന്ന കർഷകന് എത്രയേറെ കടമ്പകൾ കടക്കണം. എല്ലാവർക്കും കഴിക്കാൻ ഫാം ഫ്രഷ് വാഴപ്പഴം വേണം, എന്നാൽ കുരങ്ങനെ നിയന്ത്രിക്കാൻ നിങ്ങൾ തയ്യാറല്ല. ജങ്ക് ഫുഡ് കഴിക്കുന്നതിൽ എല്ലാവർക്കും പേടിയാണ്. അതുകൊണ്ട് ചേനയും കാച്ചിലും കപ്പയും ഒക്കെ വേണം, അതും ഫാം ഫ്രഷ് തന്നെ വേണം. പക്ഷെ അത് നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നിയെ തടയാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് കുടിക്കാൻ വിഷമില്ലാത്ത ഇളനീർ വേണം, അരയ്ക്കാൻ നല്ല തേങ്ങ വേണം, പക്ഷെ കാട്ടാനയെ തടയാൻ നിങ്ങൾ തയ്യാറല്ല. ബ്രോയിലർ ചിക്കൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഭയപ്പെടുന്ന നിങ്ങൾക്ക് നാടൻ കോഴി ഇറച്ചി വേണം. പക്ഷേ ആ നാടൻ കോഴിയെ പിടിക്കാൻ കാട്ടിൽ നിന്ന് എത്തുന്നത് നരിയെയും കുറുക്കനെയും തടയാൻ നിങ്ങൾ തയ്യാറല്ല. നിങ്ങൾക്ക് കുടിക്കാൻ ഔഷധമുള്ള ആട്ടിൻപാല് വേണം, പക്ഷെ ആ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഞങ്ങൾ വളർത്തുന്ന ഞങ്ങളുടെ ആടിനെ കൊല്ലാൻ വരുന്ന പുലിയെ തടയാൻ നിങ്ങൾ തയ്യാറല്ല. വനവും വന്യജീവിയും വനസമ്പത്തും സംരക്ഷിക്കപ്പെടണമെന്ന പേരിൽ നിങ്ങൾക്ക് വേണ്ടി ഫാം ഫ്രഷ് ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യാൻ വനത്തോട് ചേർന്നുള്ള ഞങ്ങളുടെ കൃഷിഭൂമിയിലേക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ ബഫർ സോൺ നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട നിങ്ങളെ ആലസ്യത്തിൽ നിന്ന് ഉണർത്താൻ പ്രതിഷേധവുമായി തെരുവിലിറങ്ങേണ്ടി വന്ന ദയനീയ അവസ്ഥയിലൂടെയായിരുന്നു നമ്മുടെ രാജ്യത്തെ കർഷകൻ കടന്നുപോയത്.
കേരളത്തിന്റെ മൊത്തം വിസ്തീർണത്തിന്റെ 30% വനമാണ് ഇരിക്കെ ആഗോള താപനത്തിന്റെ പേര് പറഞ്ഞ് കൃഷിഭൂമിയെ വനഭൂമിയാക്കി മാറ്റി രാജ്യത്തിന്റെ അന്നം മുട്ടിക്കുന്ന നിയമങ്ങൾ കൊണ്ട് കർഷകനെ ഉപദ്രവിക്കുന്ന വെള്ളാനകളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ആഗോള താപനത്തിന്റെ പേരിൽ വികസിത രാജ്യങ്ങൾക്ക് നൽകുന്ന തിളക്കമാർന്ന കാർബൺ ഫണ്ട് അടിച്ചു മാറ്റി സുഖിച്ചു ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കപട പരിസ്ഥിതിവാദികൾ, കുടില ചിത്തങ്ങളുള്ളവര്, ആ കുടില ബുദ്ധിക്കാരായിട്ടുള്ളവര്, നിശ്ചിത താല്പര്യക്കാരായിട്ടുള്ള അവരെ തള്ളിപ്പറയാനും നിങ്ങൾക്ക് കഴിഞ്ഞില്ല. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറയായ രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന ഇടുക്കി ജില്ലയെ ഏലവലക്കാടുകളുടെയും പശ്ചിമഘട്ട സംരക്ഷണത്തിന്റെയും ഇക്കോ സെൻസിറ്റീവ് സോണിന്റെയും പേര് പറഞ്ഞ് നിർമ്മാണ നിരോധനത്തിന്റെ ചങ്ങലകളിൽ കുരുക്കിയിടുന്ന വെള്ളാനകളെ കണ്ടില്ലെന്നുള്ള നിങ്ങളുടെ നാട്യം ബഹുകേമമെന്ന് കളിയാക്കാതെ പറ്റില്ല. രാജാവും രാജഭരണവും എല്ലാം നാട് നീങ്ങിയിട്ടും ജനകീയ ഭരണമായ ജനാധിപത്യം നാട്ടിൽ നടപ്പിൽ വന്നിട്ടും കർഷകന്റെ പുരയിടത്തിൽ അവൻ നട്ടുപിടിപ്പിച്ച തേക്ക്, ഈട്ടി മുതലായ ജനകീയ വൃക്ഷങ്ങൾക്ക് രാജകീയ വൃക്ഷമെന്ന ഓമന പേര് നൽകി കർഷകന്റെ സ്വാതന്ത്ര്യത്തിന്റെ കടക്കൽ കോടാലി വയ്ക്കുന്ന വെള്ളാനകളെ നിങ്ങൾ കണ്ടില്ലെന്ന് നടിച്ചു. ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച റബ്ബറും ഏലവും കുരുമുളകും കാപ്പിയും ഇഞ്ചിയും ഒക്കെ ആ നാണ്യവിളകള് രാജ്യത്തിനും സംസ്ഥാനത്തിനും നേടിത്തരുന്ന വിദേശ നാണ്യം എത്രയാണെന്ന് അറിയാമായിരുന്നിട്ടും ഗാട്ട് കരാറും ആസിയാൻ കരാറും RCEP കരാറും ഒപ്പിടാൻ പോയപ്പോൾ കർഷകരുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തേ നിങ്ങൾ ഉത്സാഹം കാണിച്ചില്ല? തന്റെ വീടിന്റെ ഉമ്മറത്ത് പത്രം വായിച്ചുകൊണ്ടിരുന്ന കർഷകനെയും തന്റെ കൃഷിയിടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കർഷകനെയും കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കാട്ടുപോത്തിനെ അതിന്റെ ആധാർ കാർഡും അഡ്രസ്സും നോക്കി വെടിവെച്ച് കൊല്ലണമെന്ന് ഉത്തരവിടുന്ന ഉദ്യോഗസ്ഥരും അതിന് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ലെന്ന് വാദിക്കുന്ന വനപാലകരുമുള്ള നാട്ടിലെ കർഷകന്റെ ജീവിതം നിങ്ങളുടെ ഭരണത്തിന്റെ കീഴിൽ എത്രയോ ദയനീയമാണ്. അതിനാൽ ഇൻഫാമിന്റെ ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് 12 കാര്യങ്ങളാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 1.18% മാത്രം വിസ്തീർണമുള്ള ഈ കൊച്ചു കേരളത്തിന്റെ 30% വനഭൂമിയാണെന്നിരിക്കെ നമ്മുടെ വനത്തിനുള്ളിൽ ക്രമാതീതമായി പെരുകുന്ന കാട്ടുമൃഗങ്ങളെ നിയന്ത്രിക്കാൻ ശക്തമായ നടപടി ഉണ്ടാകണം. നമ്മുടെ രാജ്യത്തിന് ഉൾക്കൊള്ളാവുന്നതിലധികം ജനപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്താൻ അറിയാവുന്ന അധികാരികളാണ് നിങ്ങൾ. അങ്ങനെയെങ്കിൽ വനത്തിന്റെ കോർസുകളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൽ കൂടുതൽ കാട്ടുമൃഗങ്ങൾ പെറ്റുവരുമ്പോൾ അവയുടെ പോപ്പുലേഷൻ നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടിയെടുക്കാനുള്ള ആർജവത്വം നിങ്ങൾ കാണിക്കണം. വനത്തിന്റെ കോർസുകളിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര കാട്ടുമൃഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിസ്തൃതമായ വനഭൂമിയുള്ള മറ്റു സംസ്ഥാനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ കൺട്രോൾഡ് ഹണ്ടിങ്ങിലൂടെ ഈ വന്യജീവികളുടെ പെരുപ്പം കുറച്ചു നിർത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്ന് മറക്കരുത്. കാട്ടിൽ കയറുന്ന മനുഷ്യർക്കെതിരെയും വളർത്തുമൃഗങ്ങൾ കയറിയാൽ അതിന്റെ ഉടമസ്ഥർക്കെതിരെയും കേസെടുക്കുന്ന വനം വകുപ്പിനെ പോലെ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങൾക്കെതിരെയും അവരുടെ ഉടമസ്ഥരും പരിപാലകരുമായിരിക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും കേസെടുക്കാനും ജയിലിലടയ്ക്കാനും കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കുവാനും ആവശ്യമായ നിയമനിർമ്മാണം നടത്താൻ ജനപ്രതിനിധികൾ തയ്യാറാകും. 2. വനാതിർത്തി വിട്ട് ജനവാസ മേഖലയിലും കൃഷിഭൂമിയിലും അതിക്രമിച്ച് കയറുന്ന വന്യമൃഗങ്ങളെ കൊല്ലാനുള്ള അധികാരം ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ട് നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതികൾക്ക് നൽകണം, പഞ്ചായത്തുകൾക്ക് നൽകണം.
അവർക്കാണ് ജനങ്ങളുമായി നേരിട്ട് ബന്ധമുള്ളത്. അതിനാവശ്യമായ ഉദ്യോഗസ്ഥരെ പ്രാദേശികമായി നിയമിക്കാനുള്ള അധികാരവും ഈ പഞ്ചായത്തിൽ തന്നെ നൽകണം. അവർ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അവർക്കാണ് ജനങ്ങളെ അറിയാവുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയോടും ഒരു വാക്കുണ്ട്. കാട്ടുപന്നിയെ വെടിവെക്കാനുള്ള അധികാരം പഞ്ചായത്ത് ഭരണസമിതിയിൽ നിക്ഷിപ്തമാക്കി ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ അധികാരം ഒരു വർഷത്തേക്ക് കൂടി നീട്ടി ദീർഘിപ്പിച്ചു കൊടുത്തതായി ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഈ അധികാരം നിങ്ങൾ വിനിയോഗിക്കാൻ തയ്യാറാകണം. നിങ്ങൾക്ക് കിട്ടിയ അധികാരം നിങ്ങളെ തെരഞ്ഞെടുത്ത ജനത്തിന് വേണ്ടി നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ മാത്രമേ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്ക് നിറവേറ്റാനാവും. മറ്റുള്ളവർ ഈ അധികാരം, നിങ്ങളുടെ കയ്യിൽ അധികാരമിരിക്കെ മറ്റുള്ളവർ ഈ അധികാരം വിനിയോഗിക്കട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ഇത് വിനിയോഗിക്കാൻ കഴിവില്ലെങ്കിൽ നിങ്ങൾ ആ സ്ഥാനം രാജിവെച്ചിട്ട് അധികാരം തിരിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോകണമെന്നാണ് പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. 3, ബഫർ സോണിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ എടുത്ത നിലപാടിനെ ഇൻഫാം അഭിനന്ദിക്കുന്നു. അതിന്റെ തുടർന്നുള്ള നിയമ നടപടികളിലും അതീവ ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ഓർമ്മിപ്പിക്കും. 4, കർഷകരുടെ കൈവശ ഭൂമിക്ക് കാലമോ പഴക്കമോ നോക്കാതെ പട്ടയം നൽകുന്നതിൽ സർക്കാർ നടത്തിയിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള നീക്കങ്ങളെ ഇൻഫാം സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പമ്പ വാലി, ഏഞ്ചൽ വാലി പ്രദേശങ്ങളിലെ പട്ടയം നൽകലിൽ മുൻപ് സംഭവിച്ച പോരായ്മകളെല്ലാം പരിഹരിച്ച് പൂർണ്ണമായും ഉപാധിരഹിത പട്ടയമാണ് വിതരണം ചെയ്യപ്പെടുന്നതെന്ന് ഉറപ്പുവരുത്തണം. 5, ഏഞ്ചൽ വാലി, പമ്പ വാലി പ്രദേശത്ത് തെറ്റായ മാപ്പിലൂടെ വനത്തിനുള്ളിൽ പെട്ടുപോയ ജനങ്ങളെ വനാതിർത്തി പുനർനിർണയിച്ച് ശാശ്വതമായി പുറത്തു കൊണ്ടുവരുവാൻ വേണ്ട നടപടിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് മുണ്ടക്കൈക്ക് വെച്ചുകൂടി ഇൻഫാം സമ്മേളനത്തിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര വനം വന്യജീവി ബോർഡുമായും വനം പരിസ്ഥിതി മന്ത്രാലയവുമായും നിരന്തരം ബന്ധപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ അധ്യക്ഷനായിരിക്കുന്ന സംസ്ഥാന വന്യജീവി ബോർഡിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയും അതിന്റെ വിജയത്തിനായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ഇൻഫാം അനുമോദിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇത് നേടിയെടുക്കുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയം ഭേദമന്യേ തീക്ഷ്ണതയോടെ തുടർ നടപടികളിൽ നിങ്ങൾ ഏർപ്പെടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. 6, കോട്ടയം ജില്ലയിൽ ഇൻഫാം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന മറ്റൊരു വിഷയമായിരുന്നു തോട്ടം പുരയുടെ പ്രശ്നം. ഇക്കാര്യത്തിൽ കർഷകർക്ക് അനുകൂലമായി കുറെ നടപടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും കരമടച്ച രസീതിൽ തോട്ടമെന്ന് രേഖപ്പെടുത്തിയാണ് പലയിടത്തും കർഷകർക്ക് ലഭിക്കുന്നത്. ഇപ്രകാരം ലഭിച്ച കരമടച്ച രസീത് ധനകാര്യ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മറ്റിതര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ആനുകൂല്യങ്ങൾക്കും അവകാശങ്ങൾക്കുമായി കർഷകർ ഹാജരാക്കുമ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇതാണ് ഇൻഫാം ഉയർത്തിയ പ്രശ്നത്തിന്റെ കാതലായ ഭാഗം. BTR തിരുത്തൽ വരുത്താൻ പറ്റില്ല എന്ന കാര്യം ഞങ്ങൾക്കും അറിയാം. എന്നാൽ സമാന സ്വഭാവമുള്ള നെൽവയൽ നികത്തിൽ കരയാക്കി ഭൂമി ക്രമപ്പെടുത്തി കൊടുത്തപ്പോൾ നെൽവയൽ നികത്തി കരയാക്കിയ ഭൂമി ക്രമപ്പെടുത്തി കൊടുത്തപ്പോൾ സപ്ലിമെന്ററി BTR തയ്യാറാക്കിയാണ് ഈ പ്രശ്നം പരിഹരിച്ചത്. അതേപോലെ തന്നെ തോട്ടപ്പുരയുടെ പ്രശ്നത്തിലും ഒരു സപ്ലിമെന്ററി BTR തയ്യാർ ചെയ്ത് കാതലായി ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ച് കർഷകരെ രക്ഷിക്കുന്നതിന് നടപടിയുണ്ടാകും. 7, നാണ്യവിളകളുടെ പ്രത്യേകിച്ച് റബ്ബറിന്റെയും ഏലത്തിന്റെയും വിലയിടവ് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും. 8, പട്ടയം ലഭിച്ചപ്പോൾ സർക്കാരിലേക്ക് റിസർവ് ചെയ്ത് നിർത്തിയിരുന്ന മരങ്ങൾ വെട്ടുവാൻ കർഷകരെ നിങ്ങൾ അനുവദിക്കേണ്ട. അത് സർക്കാരിൻ്റെതാണെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പട്ടയം ലഭിച്ചത് മൂലം കർഷകരുടേതായി മാറിയ ഭൂമിയിൽ കർഷകർ നട്ടുവളർത്തിയ എല്ലാ മരങ്ങളും രാജകീയ വൃക്ഷമെന്ന് നിങ്ങൾ ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഞങ്ങൾ നട്ടുവളർത്തിയ മരങ്ങളും വെട്ടി ഉപയോഗിക്കുവാനും വിൽക്കുവാനും ഞങ്ങൾക്ക് അനുമതി നൽകണം. സമീപകാലത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഏർപ്പെടുത്തിയ 9ാമതായിട്ട് നിർമ്മാണ ഫീസിൽ വരുത്തിയ ഭാരിച്ച വർധനവ് ലഘൂകരിക്കണം. 10,
പരിസ്ഥിതി സംരക്ഷണത്തിൽ പ്രഥമ പരിഗണന മനുഷ്യന് നൽകണമെന്നുള്ള നീതിന്യായ കോടതിയുടെ അടുത്തിടെയുണ്ടായ നിരീക്ഷണം മനസ്സിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ കർഷകർക്ക് തങ്ങളുടെ പട്ടയഭൂമിയിൽ താമസത്തിനുള്ള വീടും അനുബന്ധ സംവിധാനങ്ങളും ഉണ്ടാക്കുന്നതിന് തടസ്സപ്പെടുത്താത്ത വിധത്തിൽ കേരള ഭൂപതിവ് ചട്ടം ഭേദഗതി ചെയ്യുന്നതിന് നടപടി സ്വീകരിക്കണം. 11. വന്യമൃഗ സംരക്ഷണത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും പ്രഥമ പരിഗണന നൽകി കാലാനുസൃതമായി പരിഷ്കരിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കണം. ഇത്തരണത്തിൽ കണവന എന്ന ജനവാസ മേഖലയിൽ അസ്വസ്ഥത സൃഷ്ടിച്ച് 2 വിലയേറിയ ജീവനുകളെ അപഹരിച്ച കാട്ടുപോത്തിനെ തന്റെ യുക്തിക്ക് നിരക്കുന്ന ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലായാലും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ തന്നിൽ നിക്ഷിപ്തമായിരുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട ജില്ലാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ആദരണീയ കോട്ടയം ജില്ലാ കളക്ടറുടെ നടപടിയെ ഇൻഫാം അഭിനന്ദിക്കുന്നു. 12. കാലഹരണപ്പെട്ട ഭൂനിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് ഇൻഫാം ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉണ്ടാക്കപ്പെട്ട ഭരണഘടനയുടെ പരിരക്ഷയുള്ള നിയമമാണ് ഇതെന്ന സാങ്കേതികത്വം ഉണ്ടെങ്കിലും ജനത്തിന്റെയും രാജ്യത്തിന്റെയും നിലനിൽപ്പിന് ഭക്ഷ്യസുരക്ഷയും കർഷക സുരക്ഷയും ആവശ്യമായതിനാൽ ആത്മാർത്ഥമായ ഇടപെടൽ നടത്തി ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ഭാഗത്തു നിന്ന് കർഷക അനുകൂലമായ ഭൂനിയമ പരിഷ്കരണം വരുത്തുവാനുള്ള നടപടി ഉണ്ടാകും. ഈ നിയമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് പറയുമ്പോൾ ജനപ്രതിനിധികൾ പറയുന്ന ഒരു മറുപടിയുണ്ട്. ഈ നിയമങ്ങൾക്ക് ഭരണഘടനയുടെ പരിരക്ഷയുള്ളത് കൊണ്ട് പ്രസിഡന്റിന്റെ അനുമതി ആവശ്യമാണ് എന്ന്. ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഞങ്ങൾക്കും അറിയാം. എങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിന് വേണ്ടി കാലോചിതമായി നിയമങ്ങൾ ഭേദഗതി ചെയ്യണമെന്ന് ജനപ്രതിനിധികൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തയാളല്ല ഇന്ത്യയുടെ പരമോന്നത അധികാരി എന്ന സത്യവും ഞങ്ങൾക്കറിയാം. ഭേദഗതികൾ വരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ജനങ്ങളെ സ്നേഹിക്കുന്ന പ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളുള്ള അതിനുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് ഞങ്ങൾ കർഷകർ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം കൂടിയുണ്ട്. ജനപ്രതിനിധികളും രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ ഒത്തിരി പേരുണ്ട്. ഓരോ പാർട്ടിക്കും നിരവധി ആദരണീയരായ നേതാക്കന്മാരുണ്ട്. പക്ഷേ ജനപ്രതിനിധികളും ഈ നേതാക്കന്മാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ നേതാക്കന്മാരിൽ ആരെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന് പാർട്ടിക്ക് തോന്നുന്ന ആളുകളെയാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തോന്നുന്ന ആളുകളെയാണ് സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കുന്നത്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ടിരുന്ന ആളിന്റെ ഗുണവും മേന്മയും പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് ജനങ്ങൾ തങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരമാകുന്ന വോട്ട് രേഖപ്പെടുത്തി അവരെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുന്നത്. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അയക്കപ്പെടുന്നത് എവിടേക്കാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയിലേക്ക്, ലോക്സഭയിലേക്ക്, രാജ്യസഭയിലേക്ക്, പഞ്ചായത്തിന്റെ കമ്മിറ്റികളിലേക്കാണ്. ഈ ജനപ്രതിനിധികൾ ഈ നിയമനിർമ്മാണ സഭകളിൽ ചെന്നിട്ട് മിണ്ടാതിരുന്നിട്ട് ആലസ്യം തൂങ്ങിയിരുന്നിട്ട് ഇവിടെ വന്ന് തെരുവിൽ പ്രസംഗിച്ചിട്ട് എന്താണ് കാര്യം? ജനപ്രതിനിധികൾ തെരുവിൽ പ്രസംഗിക്കേണ്ടവരല്ല, മൈതാന പ്രസംഗം നടത്തേണ്ടവരല്ല. ജനത്തിന്റെ ആവശ്യമെന്ന് ജനത്തിന്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കിയിട്ട് അത് പാർലമെന്റിൽ പ്രസംഗിക്കേണ്ടവരാണ്, നിയമസഭയിൽ പ്രസംഗിക്കേണ്ടവരാണ്, ലോക്സഭയിൽ പ്രസംഗിക്കേണ്ടവരാണ്, രാജ്യസഭയിൽ പ്രസംഗിക്കേണ്ടവരാണ്. അവിടെയുള്ള പ്രതിനിധികളെല്ലാം ചേർന്ന് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ജനത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയുമുള്ള നിയമങ്ങൾ രൂപീകരിക്കേണ്ട നിങ്ങൾ മൈതാനത്ത് വന്ന് വലിയ പ്രസംഗം നടത്തിയാൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അതിനിവിടെ നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ട മിടുക്കരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്.
നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഞങ്ങളോട് പറയാൻ. പക്ഷെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അവതരിപ്പിക്കാതിരുന്നിട്ട് അതിനൊക്കെ ഭരണഘടനയുടെ പരിരക്ഷയുള്ളത് കൊണ്ട് പ്രസിഡന്റിന്റെ അനുവാദം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന നടപടികൾ അത് ശരിയല്ല. കാലഹരണപ്പെട്ട നിയമങ്ങൾ കാലോചിതമായി പരിഹരിക്കാൻ നിങ്ങളുടെ ആത്മാർത്ഥമായ അധ്വാനം, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും നിങ്ങൾ നടത്തണം. നിങ്ങൾക്ക് നൽകപ്പെട്ട 5 വർഷം ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് നിലപാടെടുത്തുവെന്നും ഏതു നിയമങ്ങൾ പാസാക്കിയെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാനുള്ള ബുദ്ധി ഓരോ കർഷകർക്കുമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ വേണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അല്പം ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അധികാരികളോടൊരു വാക്കുകൂടി പറയട്ടെ. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ സുപരിചിതനാണ് കുപ്രസിദ്ധനായ അരിക്കൊമ്പൻ എന്ന ആന. ഒരു പരിസ്ഥിതിവാദിയുടെ പെറ്റീഷന്റെ മേല് നീതിന്യായ കോടതിയുടെ ഉത്തരവ് പ്രകാരം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മൂന്നാറിൽ നിന്ന് മയക്കുവെടി വെച്ച് കുക്കിയാനകളുടെ സഹായത്താൽ പിടിച്ച് വണ്ടിയിലേറ്റി കഴുത്തിലൊരു കോളർ മണിയിച്ച് അതിൽ ചിപ്പും ഘടിപ്പിച്ച് പെരിയാർ കടുവാ സങ്കേതത്തിൽ നിങ്ങൾ എത്തിച്ച അരിക്കൊമ്പൻ ഇന്ന് ഞങ്ങളുടെ കർഷകരുടെ മനസ്സിൽ ഒരു പ്രതീകമായി നിൽക്കുകയാണ്. അരിക്കൊമ്പൻ വനത്തിനുള്ളിൽ കഴിഞ്ഞപ്പോൾ സാധാരണ ജനങ്ങൾക്ക് ഒരു പരാതിയുമില്ല. ആ ആനയെക്കുറിച്ച് ഞങ്ങൾക്കും അഭിമാനമുണ്ട്. അവൻ വനത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിൽക്കുമ്പോൾ മാത്രം കാട്ടിലെ പുല്ലും വൃക്ഷലതാദികളും തിന്ന് വെള്ളം കുടിച്ച് ജീവിക്കേണ്ട ആ ആന വനാതിർത്തി വിട്ട് പുറത്തു വന്ന് മനുഷ്യന്റെ ആഹാരത്തിനും അരിക്കുമായി ദാഹിച്ചപ്പോഴാണ് തെറ്റ് സംഭവിക്കുന്നത്. സാധാരണ മനുഷ്യന്റെ ദൈനംദിന ആഹാര ശേഖരമായ റേഷൻ കടകൾ തകർക്കുകയും വിഭവസമർത്ഥമായ വിഭവങ്ങൾ ആചരിക്കുകയും ചെയ്തപ്പോൾ അതാണ് അവൻ ചെയ്ത തെറ്റ്. സാധുജനങ്ങളുടെ ജീവനെ അപായപ്പെടുത്തി നിഷ്കളങ്ക രക്തം ഭൂമിയിൽ ചൊരിഞ്ഞതാണ് അരിക്കൊമ്പൻ ചെയ്ത തെറ്റ്. ഈ അരിക്കൊമ്പനെ പോലെ തന്നെ വനം വകുപ്പ് എന്ന വെള്ളാനയും തൻ്റെ അതിർത്തികൾ ലംഘിച്ച് നിയമങ്ങളാലും കാട്ടുമൃഗങ്ങളാലും കർഷകന്റെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അവന്റെ കൃഷിക്കും രക്തത്തിനും വേണ്ടി ദാഹിക്കുന്ന ഈ വനം വകുപ്പ് എന്ന വെള്ളാനയാണ് തെറ്റ്. അത് കാട് ഭരിക്കുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ അത് നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിലാണ് ഞങ്ങൾക്ക് എതിർപ്പ്. അത് കാട്ടാനയുടെ രൂപത്തിലായാലും കാട്ടുപോത്തിന്റെ രൂപത്തിലായാലും പുലിയുടെ രൂപത്തിലായാലും കടുവയുടെ രൂപത്തിലായാലും പന്നിയുടെ രൂപത്തിലായാലും കുറുക്കന്റെ രൂപത്തിലായാലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ്. കൃഷി വകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടാണ് ഈ വനം വകുപ്പ് എന്ന വെള്ളാന അതിന്റെ സംഹാര താണ്ഡവമാടുന്നത് എന്ന് നമുക്കറിയാം. അതിന്റെ അഹങ്കാരത്തിന്റെ ഒരു അടയാളമാണ് ന്യൂസ് 24 ഇന്ന് രാവിലെ കേട്ട ഒരു ഉദ്യോഗസ്ഥന്റെ ജൽപ്പനങ്ങൾ. നീതിക്ക് വേണ്ടി നിലവിളിച്ചവനെ നോക്കിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ്, അവനിട്ട് സ്കെച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് വരട്ടാൻ ശ്രമിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ വാക്കുകളും നമ്മൾ ഇന്ന് മാധ്യമങ്ങളിലൂടെ കേട്ടത്. പ്രിയപ്പെട്ടവരെ, തീരുമാനമെടുക്കാൻ മടിക്കുന്ന അധികാരികൾ കർഷകർക്ക് ദ്രോഹം ചെയ്യുന്ന കാട്ടാന എന്ന ഈ വനം വകുപ്പ് എന്ന ഈ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് വീഴ്ത്തി കൂട്ടിലടയ്ക്കാതെ ആലസ്യത്തിൽ തുടരുകയാണ്. ഈ ആലസ്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ, ഉണർത്താൻ ജനാധിപത്യത്തിന്റെ കാവൽക്കാരുമില്ല എന്ന് അവരൊക്കെ അന്ധമായ പ്രകൃതി സ്നേഹം പ്രസംഗിച്ച് മൃഗസംരക്ഷണ മുദ്രാവാക്യവും വിളിച്ച്
മനുഷ്യജീവനും സ്വത്തിനും ഒട്ടും വില കൽപ്പിക്കാതെ നടക്കുകയാണ്. കാരണം എന്തെന്നോ, ഇതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല. അരിക്കൊമ്പനകത്ത റേഷൻ കടകൾ എസ്റ്റേറ്റ് ലൈനുകളിലെ പാവപ്പെട്ടവന്റെ റേഷൻ കടകളാണ്. പാവപ്പെട്ടവന്റെ അരി വിതരണത്തിനുള്ള സംവിധാനമാണ് അവൻ തകർത്തത്. പാവപ്പെട്ടവന്റെയും ബലഹീനന്റെയും അരിയാണ് അവൻ കവർന്നെടുത്തത്. സാധാരണക്കാരന്റെ കഞ്ഞുകൂടിയാണ് അവൻ പൊട്ടിച്ചത്. ഇവിടെ അധികാരികൾക്കും നേതാക്കൾക്കും ഒന്നും നഷ്ടപ്പെടുന്നില്ല, നഷ്ടപ്പെടുന്നത് സാധാരണക്കാർക്ക് മാത്രം. യഥാർത്ഥ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് വാഹനത്തിൽ കയറ്റുന്ന ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഈ ഭൂമി മലയാളം ഒന്നാകെ കണ്ടതാണ്. അതിലൊരു പ്രത്യേക ദൃശ്യമുണ്ടായിരുന്നു. ശക്തനായ അരിക്കൊമ്പന്റെ വളരെ ശക്തമായ ഒരു പഞ്ചുകൊണ്ട് അതിലൊരു കുങ്കിയാന തെറിച്ചു പോകുന്ന ഒരു ദൃശ്യം. ആ കുങ്കിയാന അങ്ങനെ തെറിച്ചു പോയെങ്കിലും അതിന്റെ പുറത്തിരുന്ന പാപ്പാൻ അതിന്റെ മുകളിൽ താഴെ പോയിട്ടില്ല. അസാമാന്യ പാടവമുള്ള പരിണിതപ്രജ്ഞനായ ഒരു ഡ്രൈവറെ പോലെ, ഒരു വാഹനം നിയന്ത്രിക്കുന്നവനെ പോലെ കുങ്കിയാനയെ നിയന്ത്രിച്ച് ആ പാപ്പാന്മാർ ആ അരിക്കൊമ്പനെ ഇടിച്ച് വാഹനത്തിനുള്ളിൽ കയറ്റി. അവിടെ നിന്നും അനേക വാഹനങ്ങളുടെ അകമ്പടിയോടെ പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ കൊണ്ടുവന്ന് വനത്തിനുള്ളിലാക്കി. ആ അരിക്കൊമ്പന്റെ കഴുത്തിൽ പിടിപ്പിച്ച കോളറിലെ ചിപ്പുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്ത് അവന്റെ നിലയും നീക്കവും ഇന്ന് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നു. എന്നാൽ വനം വകുപ്പ് എന്ന ഈ അരിക്കൊമ്പനെ വെടിവെച്ച് മയക്കാനുള്ള അധികാരികളോ തള്ളി വാഹനത്തിൽ കയറ്റാൻ മറ്റു വകുപ്പുകളെന്ന കുങ്കിയാനകളോ അതിനെ നയിക്കാൻ പരിണിതപ്രജ്ഞരായ പാപ്പാന്മാരോ ഇല്ല എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന്റെ ദുരവസ്ഥ. എങ്കിലും പ്രിയമുള്ളവരെ, ഈ അവസ്ഥയിലും ജനാധിപത്യ ഭരണ സംവിധാനത്തിൽ കൃത്യമായി ഇടവേളകളിൽ നടത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പെന്ന പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്ന വിവിധങ്ങളായ ചിഹ്നങ്ങളുടെ മേൽ മനസാക്ഷിയുടെ അംഗീകാരമെന്ന വോട്ടാകുന്ന ചിപ്പുകൾ ഘടിപ്പിച്ച് നാം നിർമ്മിച്ചണിയിച്ച കോളറുകളിൽ നിന്നും ഉള്ള സിഗ്നലുകൾ കൃത്യമായി സ്വീകരിച്ച് അവയെ കൃത്യമായി ഡീകോഡ് ചെയ്ത് അവന്റെ നിൽപ്പും നിലയും മനസ്സിലാക്കി നിലപാടുകൾ എടുക്കുവാൻ കഴിവുള്ളവരാണ് കേരളത്തിലെ കർഷകരെന്നുള്ള ബോധ്യത്തോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.